ഹലോ ഗൈസ്, വെൽക്കം ടു നമ്മളെ ന്യൂ വ്ളോഗ്. കാക്ക കമോൺ, ആമസോണിൽ പോകാൻ പറഞ്ഞാണ് കുറച്ച് സാധനം വാങ്ങിക്കാണ്. നമുക്ക് ആമസോൺ പോണതിന്റെ കൂടെ വേറൊരു പണിയും കൂടി കിട്ടിയില്ലേ. നമ്മളെ വേസ്റ്റ് എടുത്താണ്ട് ബലതയെ പെട്ടിയിട്ടുണ്ട്. അപ്പൊ എന്താണ് ബലതയ പെട്ടി എന്ന് വിചാരിക്കുന്നുണ്ടാവും. സൗദി ഉള്ളവർക്കൊക്കെ അറിയാം, ഇതാണ് ബലതയ പെട്ടി. നമ്മള് വേസ്റ്റ് ഒക്കെ ഇട്ട് ആമസോണിലേക്ക് പോവാണ്. നമ്മളെ റൂമിൽ ആമസോണിലേക്ക് ഒരു 1.5 കിലോമീറ്റർ ഉണ്ടാവും. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാ ഒരു പൂച്ച ആസ്മിൻ ഇങ്ങനെ തൂറിച്ച് നോക്കണം. ഗൈസ്, ഈ പള്ളിയിലാട്ടോ നമ്മളെപ്പോഴും നിസ്കരിക്കാൻ വരില്ല. ആൻഡ് ഈ പള്ളിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഈ പള്ളിന്റെ ബാത്റൂമിൽ ഒരു AC ഉണ്ട്. ബാത്റൂമിലൊന്നല്ല AC, ഊതു എടുക്കുന്ന സ്ഥലത്താണ് AC. ആ ACന്റെ അടി പോയി നിന്നിട്ടാണ് ഇവൻ എപ്പോഴും ഊതു എടുക്കല്. ഒരു ഡോർ കാണില്ലേ, ഈ ഡോർ കൂടിയാണ് വെള്ളിയാഴ്ച ചുമക്ക് ഇമാം എപ്പോഴും കയറി. ഒട്ടകങ്ങൾ നിരനിരയായി പാട്ട് കേട്ടില്ലേ, അതേമാതിരി ഇതാ കാറുകൾക്ക് നിരനിരയായി കിടക്കാണ് ഇവിടെ. ഓ ബലതിപ്പെട്ടിൽ ഒരു പൂച്ച ആസ്മിനെ കണ്ടപ്പോൾ അതാ ചാടിപ്പോണു. ഗൈസ്, ദിസ് ഈസ് അവർ ഷാഡോ. നമ്മൾ പോണ വഴിക്ക് ഒരു 50-50 നമ്പറുള്ള വിന്റേജ് ബെൻസ്. എന്തായാലും അതിന്റെ ഒരു ചുർക്ക്. Now we shall introduce ourselves. We are new workers from Tugbalkova. നിങ്ങൾ കാണുന്നതാണ് ഇവിടുത്തെ പോലീസ് വണ്ടി ഡോഡ്ജ് ചാർജർ. അപ്പൊ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്, വിച്ച് ഇസ് എൽ ആമസോൺ. ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാൻ മതി, ഇവിടെ ഓരോ പ്രോഡക്റ്റിനും 5.75 റിയാലാണ്. മേലെ തന്നെ എഴുതിച്ച് 5.75 റിയാൽ. നമുക്ക് ഷോപ്പിന്റെ ഉള്ളിൽ കയറി നമുക്ക് വാങ്ങാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൂടാം. ഗൈസ്, അപ്പൊ നമ്മൾ ഇതിന്റെ ഉള്ളിൽ കയറാണ്. ഇതേ നോക്കൂ, എന്ത് പരന്ന് വിശാലമായി കിടക്കുന്നു ഇതിന്റെ ഉള്ളിൽ. ഇവിടെ ഉണ്ടല്ലോ ഫുഡ് ഐറ്റംസ്, സ്റ്റേഷനറി, ഗ്രോസറി, മറ്റേതും മറിച്ചതും എല്ലാം ഉണ്ട്. അങ്ങനെ ഷോപ്പിന്റെ ഉള്ളിൽ കയറി പറഞ്ഞു ഒരു ബിസ്ക്കറ്റ് ഇട്ട് വാങ്ങാനാണ് ഇവൻ ഇവിടെ വരെ നടന്നു വന്നത്. ഏതായാലും നമുക്കൊരു വാക്കിംഗ് കൂടിയായി, അപ്പൊ സമാധാനായി. ഞാനിപ്പോഴാ ഓർക്കണ ഒരു സാധനം ഉള്ളേനി. അപ്പൊ അഫ്കാക്ക് പറയാം, അഫ്കാക്ക് സേവിങ് സെറ്റ് വേണം. അഫ്കാക്കിന്റെ ഒരു ബൂതിയല്ലേ, നമ്മൾ നടത്തി കൊടുക്കാം. മകളത്തെ പോലെ കുറെ ടോയ്സും സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ ഉള്ളത്. ആദ്യം അവരോട് ചോദിക്കും നമുക്ക് വേണ്ട സാധനം എവിടെയാണുള്ളത്, അത് താഴത്താണുള്ളതെന്ന് അവർ പറഞ്ഞു. ഞങ്ങൾ കണ്ടു, ഞങ്ങൾക്ക് വേണ്ട സാധനം ഇതാ. കിട്ടനത്തിന്റെ അടുത്ത് നിന്ന് ആസിമിന് ഭയങ്കര ഡയലോഗ്. കൊച്ചുങ്ങൾ ആഗ്രഹം പറഞ്ഞതല്ലേ, ഞങ്ങൾക്ക് സാധിപ്പിച്ചു കൊടുക്കാം. സാധനം എടുത്ത് നോക്കിയപ്പോൾ ഇത് വേണോ അത് വേണോ, ഇത് വേണോ അത് വേണോ എന്നുള്ള കളിയില്ല. ഇതിലാണെങ്കിൽ 2 ബ്ലേഡിന്റെ 12, മറ്റേലാണെങ്കിൽ 3 ബ്ലേഡിന്റെ 6 ആണ് ഉള്ളത്. ഏതായാലും നമ്മൾ ഇത് കൺഫേം ആക്കി മുമ്പോട്ട് നീങ്ങി. അപ്പൊ ഗൈസ്, ഞാൻ വാങ്ങാൻ പറഞ്ഞ സാധനം ഇതാണ്. ഇതിന്റെ പേര് മാമോ. ഗൈസ്, നമുക്ക് 5.75 2 പാക്കറ്റ് കിട്ടും. അപ്പൊ മുസ്താനെ കിട്ടി, നമ്മൾ ഇനി ബില്ലടിക്കാൻ പോവാണ്. ഈ മനുഷ്യന്മാരൊക്കെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്ന ചെറിയൊരു പേടിണ്ടായിരുന്നു. അപ്പോഴാണ് ബില്ലടിക്കണ എങ്ങനെ നമ്മളെ ക്യാമറയ്ക്ക് നോക്കണുണ്ട്. അപ്പൊ നമ്മള് സീനാവുക വെച്ചിട്ട് നല്ല ക്യാമറ താറ്റോട്ടെ. ശരിയാണ്, ഇനി വേറൊരാളുടെ ഫോട്ടോ ഇൻക്ലൂഡ് ചെയ്താണ് നമ്മളായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കണ്ടല്ലോ. ഇത് നമ്മുടെ ഫസ്റ്റ് വ്ളോഗാണ് കേട്ടോ. ആസിം പണ്ടേ വ്ളോഗറാണ്, പക്ഷേ എന്റെ ഫസ്റ്റ് വ്ളോഗാണ്. പിന്നെ അവിടുന്ന് പേയ്മെന്റ് ഒക്കെ ചെയ്ത് നമ്മൾ 5 റിയാൽ ഷോപ്പിൽ നിന്ന് മെല്ലെ എക്സിറ്റ് ആയി. ഈ കൗണ്ടറില്ലാത്ത ബാക്കി എല്ലാ ബില്ലിംഗ് സെക്ഷനും അറബിച്ചികളാണ് കേട്ടോ. ഈ അറബി പെൺകുട്ടികളെ കണ്ട ആസിമ കുറച്ച് അവിടെ ഇങ്ങനെ നോക്കിക്കും. അങ്ങനെ അവിടുന്ന് പിടിച്ച് വലിച്ച് ഇറക്കി കൊണ്ടുവന്ന് അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി. ഈ ഷോപ്പ് തുടങ്ങിയിട്ട് ഒരു മാസമായിട്ടുള്ളൂ. അങ്ങനെ നമ്മളിവിടെ സീബ്ര ക്രോസിംഗിൽ സിഗ്നൽ ഗ്രീൻ ആവണം നോക്കി നിൽക്കണം. നമ്മളിവിടെ ഇങ്ങനെ കാറുകൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഡ്രൈവർ സൈക്കിളായിട്ട് പോകുന്നു. അങ്ങനെ ഗ്രീൻ സിഗ്നൽ കത്തി ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്യണം. സീബ്ര ക്രോസിംഗിന്റെ ലൈനൊക്കെ ഏകദേശം പോയിക്കണം കേട്ടോ. നടന്ന് ക്ഷീണിച്ച് നമ്മളൊരു കരിമ്പിൻ ജ്യൂസ് കുടിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഞാനും ആസിമും അടുക്ക് ഇങ്ങനെ നടക്കാൻ ഇറങ്ങുമ്പോൾ നമ്മളെ ഫസ്റ്റ് ചോയ്സ് ആണ് കരിമ്പിൻ ജ്യൂസ്. അപ്പോൾ ഗൈസ്, നമ്മൾ കരിമ്പിൻ ജ്യൂസിന്റെ ഷോപ്പിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ കരിമ്പിൻ ജ്യൂസും നാട്ടിലെ കരിമ്പിൻ ജ്യൂസും തമ്മിലുള്ള ഡിഫറൻസ് ആസിമു പറഞ്ഞു. ഇവിടുത്തെ കരിമ്പിൻ ജ്യൂസ് നാട്ടിലെ കരിമ്പിൻ ജ്യൂസ് വെച്ച് നോക്കണേ, ഇവിടുത്തെ ഉള്ള ടേസ്റ്റി, ലൂസി, സോഫ്റ്റി, സാഫ്റ്റി എല്ലാം ആണ്. ഗൈസ് അപ്പൊ ഗൈസ് എന്നാ ശരി കേട്ടോ.